പാക് അധീന കശ്മീരിൽ കലാപം ശക്തമാവുകയാണ്. പോലീസ് വെടിവെപ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പോലീസുകാരും മരിച്ചു. ക്രമസമാധാന നില വഷളാകുന്നതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശങ്ക രേഖപ്പെടുത്തി. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ പ്രശ്നം രൂക്ഷമാകുമ്പോൾ അതിനുള്ള പരിഹാര ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അഭിലാഷ്, കലാപ കലുഷിതമാണ് പാക് അധീന കശ്മീർ. കാരണം കഴിഞ്ഞ 5 ദിവസമായി അവിടെ പ്രതിഷേധത്തിലാണ് ജനത. പ്രത്യേകിച്ച് ഈ 5 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ 12 ആളുകൾ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു, 3 പോലീസുകാർക്കും ജീവൻ നഷ്ടമായി. ഏതായാലും 29 മുതലാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തെരുവിലിറങ്ങിയത്. അതിൽ തന്നെ 38 ആവശ്യങ്ങൾ മുന്നോക്കെ തന്നെ പാക് സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല, പ്രതിഷേധക്കാരെ എല്ലാം തന്നെ സുരക്ഷാ സേന തെരുവിൽ നേരിടുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് പ്രതിഷേധം അത് വലിയ അക്രമാസക്തമാകുന്ന നിലയിലേക്ക് പലയിടത്തേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയത്. ഏതായാലും പലവട്ടം ചർച്ച നടത്തി. ഈ ചർച്ചകളിലൊന്നും തന്നെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിഷേധക്കാർ. ഏതായാലും പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമം കയ്യിലെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന പ്രതികരണമാണ് ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താനുള്ള സമിതി അത് വിപുലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാക് സർക്കാർ. എന്നിരുന്നാൽ പോലും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ കഴിയില്ല. അതായത് കടകൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് തെരുവിലിറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധം അതിപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. പാക് അധിനിവേശ കാശ്മീർ കലാപ കലുഷിതം